പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ റമദാൻ നമ്മുടെ തൊട്ടടുക്കൽ എത്തിയിരിക്കുകയാണ്. റമദാനിനെ സ്വീകരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറായി. എന്നാൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. നമ്മളിലേക്ക് കടന്നു വരുന്ന പുണ്യമായ റമദാൻ മാസം നമുക്ക് അനുകൂലമായി കിട്ടാനും റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനും ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുമെന്ന് ഞാനും നിങ്ങളും മനസ്സിൽ കരുതി അരക്കെട്ട് ഉറപ്പിച്ച് മനസ്സിലാക്കേണ്ട, നമ്മൾ കരുതിയിരിക്കേണ്ട 16ഓളം കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂട്ടത്തിൽ നമ്മൾ റമദാനിന് മുമ്പ് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടണം. അതിന് ഒരു സ്വലാത്ത് പഠിച്ചാലോ? ഒരു സ്വലാത്ത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമുക്ക് പഠിക്കാം. ആ സ്വലാത്ത് ചൊല്ലി തുടങ്ങിയാൽ ഇൻഷാ അല്ലാഹ് റമദാനോടുകൂടി നമുക്ക് നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ മാറണം എന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കോ. ഒരുപാട് നേട്ടങ്ങൾ ഈ സ്വലാത്തിലുണ്ട്. റമദാനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന ഇന്നത്തെ ക്ലാസ് അവസാനം വരെ കാണാൻ മറക്കണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ബഹുമാന, സ്നേഹ, ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഒരുപാട് കാലം അല്ലാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി കെലിമ പറഞ്ഞ് സ്വർഗത്തിന്റെ ചിത്രം കണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ റമദാൻ വരുകയാണ്. ഈ വരുന്ന റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല അനുകൂലമായ സാക്ഷിയാക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ അന്നത്തെ രാത്രി തറാവീഹ് നമസ്കരിക്കും. ഇൻഷാ അല്ലാഹ് ബുധനാഴ്ച പകൽ നമ്മൾ നോമ്പുകാരായിരിക്കും. ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി നിലാവ് കണ്ടില്ലെങ്കിലോ ബുധനാഴ്ച ശഅബാൻ 30 പൂർത്തിയാക്കി വ്യാഴാഴ്ച പകൽ നമ്മൾ റമദാൻ 1 ഉണ്ടാവുക. അപ്പോൾ ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ നോമ്പ് തുടങ്ങും. കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരുപാട് നല്ല കാര്യം നോമ്പ് പിടിക്കാനും അതുപോലെ തന്നെ മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാനും അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമദാൻ മാസം വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് ചിന്തിക്കുക. നബി തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമദാൻ അൻ തകൂന സനതു കുല്ലുഹാ റമദാൻ. നബി തങ്ങൾ പറയുകയാണ്, റമദാൻ മാസത്തിന്റെ പ്രത്യേകതയും റമദാൻ മാസത്തിന്റെ പവിത്രതയും റമദാൻ മാസത്തിന്റെ മഹത്വമൊക്കെ എൻ്റെ ഉമ്മത്തീങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വർഷം മുഴുവനും റമദാനായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ്. അതായത് റമദാനിന് അത്രമാത്രം നേട്ടങ്ങളുണ്ട്, മഹത്വങ്ങളുണ്ട്, പ്രത്യേകതകളുണ്ടെന്നാണ്. അപ്പോൾ നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഒരുങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളൊക്കെ ഒരുങ്ങിയില്ലേ? റമദാനിനെ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു 4 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റണം. ആ കൂട്ടത്തിൽ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്നിപ്പോ ഞായറാഴ്ച, നാളെ തിങ്കൾ, മറ്റന്നാൾ ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി ഒരുപക്ഷെ നിലാവ് കണ്ടേക്കാം. പറഞ്ഞു വന്നത്, ഇനിയുള്ള ഈ ഒരു ഏതാനും മണിക്കൂർ, ദിവസം എന്ന് പറയാനില്ല, ഏതാനും മണിക്കൂറുകൾ, ഈ മണിക്കൂറുകളിൽ ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരും വാപ്പമാരും നിങ്ങൾ എന്ത് ചെയ്യുക? പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സറിഞ്ഞൊരു 100 വട്ടം ഇസ്തിഗ്ഫാർ പറയാം. കാരണം നമ്മൾ റമദാനിനെ സ്വീകരിക്കേണ്ടത് തെളിഞ്ഞ ഹൃദയത്തിലേക്കാണ്. റമദാൻ അനുകൂലമാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചെയ്തു പോയ തെറ്റുകളൊക്കെ അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞിട്ട് നല്ല തെളിഞ്ഞ മനസ്സോടുകൂടി വേണം നമ്മൾ റമദാനിനെ സ്വീകരിക്കാൻ. അപ്പൊ റമദാനിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? റമദാൻ വരുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ഇസ്തിഗ്ഫാർ. എങ്ങനെ പറയണം? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് ചിലപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ 100 വട്ടം പറയാറുണ്ടാകും. എന്നാലും കുഴപ്പമില്ല, 100 വട്ടം സ്പെഷ്യൽ ആയിട്ട് പറയുക. അല്ലാഹ് റമദാൻ മാസം വരുകയാണ് പടച്ചോനെ, ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറത്തു തന്നിട്ട് ആ റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ഞാനിതാ പടച്ചോനെ ഇസ്തിഗ്ഫാർ പറയുന്നു എന്ന നിയത്തിൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒരു 100 വട്ടം ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ, അത് മഗ്‌രിബിന് മുമ്പാവട്ടെ, മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമാവട്ടെ, തഹജ്ജുദിന് എഴുന്നേൽക്കുമ്പോഴാവട്ടെ, സുബഹി നിസ്കാരം കഴിഞ്ഞാവട്ടെ, ഏത് ടൈമിലായാലും കുഴപ്പമില്ല, അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാർ
ഇസ്തിഗ്ഫാർ നമ്മൾ പറയണേ, പറഞ്ഞിട്ട് നല്ലവണ്ണം ദുആരക്കണം. അല്ലാഹ് പരിശുദ്ധമായ റമദാൻ മാസം സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. വീണ്ടും ഒരു റമദാനിനെ എന്റെ ജീവിതത്തിലേക്ക് നീ തന്നല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാ പടച്ചവനെ, ഈ റമദാനിനെ നല്ല രൂപത്തിൽ സ്വീകരിക്കാനും അല്ലാഹുവേ നോമ്പൊന്നും നഷ്ടപ്പെടാതെ പിടിക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ തൗഫീഖ് തരണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ പറയട്ടെ, നാളെ തിങ്കളാഴ്ചയാണ് അല്ലെ, നാളെ തിങ്കളാഴ്ചയാണ്. റമദാൻ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ദിവസമാണ്. ആർക്കെങ്കിലും റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലും ഒരു നോമ്പ് ഖളാ വീട്ടാൻ ഇനിയുമുണ്ടെങ്കിൽ നാളെ തിങ്കളാഴ്ച, മറ്റന്നാൾ ചൊവ്വാഴ്ച, ഈ 2 ദിവസമുണ്ട്. ആ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 7 or 6 നോമ്പൊക്കെ ചിലപ്പോൾ ഈ ഒരു നിസ്കാരം പോയതുമായി ബന്ധപ്പെട്ട് പിടിച്ചുവീടാനുണ്ടാകും. പലരൊക്കെ ശ്രദ്ധിക്കാറില്ല. പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികളുണ്ടല്ലോ, പ്രായപൂർത്തിയായ നോമ്പൊക്കെ നിർബന്ധമായ, നിസ്കാരം നിർബന്ധമായ കുട്ടികൾ, അവരൊക്കെ കഴിഞ്ഞ വർഷം ചിലപ്പോൾ നോമ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പൊ ആ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഇനിയിപ്പോ 2 ദിവസമുള്ളൂ. ആ 2 ദിവസമെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരു 2 നോമ്പ് ഖളാ വീട്ടാൻ മറന്നുപോവണ്ട. നാളെ തിങ്കളാഴ്ച നിങ്ങൾക്ക് സുന്നത്തായ നോമ്പ് പിടിക്കുന്നതോടൊപ്പം തന്നെ ഫർളിന്റെ നിയ്യത്ത് വെക്കുക. റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഫർളായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ ഖളാ വീട്ടുന്നു, ആ ഒരു നിയ്യത്ത് വെക്കാം. പിന്നെ തിങ്കളാഴ്ച ദിവസത്തിൽ സുന്നത്തായ നോമ്പ് എന്ന നിയ്യത്ത് വെക്കാം. പിന്നെ ശഅബാൻ മാസത്തിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. നാളെ തിങ്കളാഴ്ച റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഖളാ വീട്ടാനുള്ളവര് നാളെ ആ നോമ്പ് ഒന്ന് ഖളാ വീട്ടിയേക്കുക. പിന്നെ ചൊവ്വാഴ്ചയുണ്ട്, ചൊവ്വാഴ്ചയും ഇതുപോലെ തന്നെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് നാളെ നോമ്പ് പിടിച്ച് ആ 2 ദിവസമെങ്കിലും നഷ്ടപ്പെട്ടു പോയ നോമ്പ് ആർക്കെങ്കിലും ഖളാ വീട്ടാൻ ഉണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഈ 2 ദിവസം അതെന്താ പ്രയോജനപ്പെടുത്താൻ മറന്നു പോവണ്ട. അപ്പോ നല്ല തെളിഞ്ഞ ഹൃദയത്തോടെ, നല്ല മനസ്സോടെ, നല്ല ശരീരത്തോടെ, നല്ലൊരു ചിന്തയോടെ റമദാനിൽ നമ്മൾ സ്വീകരിക്കാൻ ഇൻഷാ അല്ലാഹ് പ്രത്യേകം തയ്യാറാവണം. അപ്പൊ റമദാൻ വരികയാണ്, നമ്മളൊക്കെ ഒരുങ്ങി, അൽഹംദുലില്ലാ നമ്മളൊക്കെ ഒരുങ്ങി. ഇപ്പോൾ പല പള്ളികളിലും ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് റമദാൻ 1-ന് ആര് നോമ്പ് തുറപ്പിക്കും, 2-ന്, 3-ന്, 4-ന്, 5-ന്, പല പള്ളികളിലും ഇപ്പം റമദാൻ 30 വരെ ഫുൾ ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ റമദാൻ മാസത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ഹദിയ കൊടുക്കണം, ഇപ്പോഴേ പല ആളുകൾ, പല വീട്ടുകാരും അൽഹംദുലില്ലാ റമദാനിൽ കിറ്റ് വിതരണം നടത്തും, ഈ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ അതിനകത്ത് അരി, പൊടി, പഞ്ചസാര, അതുപോലെ തേയില, വെളിച്ചെണ്ണ, അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ ഒരു കിറ്റിലാക്കിയിട്ട് ഇങ്ങനെ പല പാവപ്പെട്ട വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പലരും കൊടുത്തു തുടങ്ങിയ, പലരും റമദാൻ 1-ാമത്തെ പകൽ ആദ്യത്തെ ദിവസം തന്നെ കൊടുക്കാനൊക്കെ തയ്യാറായി അതിന്റെ ആ ഒരു പിരിവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റമദാനിന് വേണ്ടി നമ്മുടെ നാടൊരുങ്ങി, നമ്മുടെ വീടൊരുങ്ങി, നമ്മുടെ പള്ളി ഒരുങ്ങി, നമ്മുടെ മഹല്ലൊരുങ്ങി, ലോകമൊരുങ്ങി, ആകാശ ലോകമൊരുങ്ങി, സ്വർഗം ഒരുങ്ങി കഴിഞ്ഞു. നരകത്തിന്റെ വാതിലുകൾക്ക് അടക്കപ്പെടാൻ പോകുന്നു, സ്വർഗത്തിന്റെ 8 വാതിലുകളും തുറക്കപ്പെടാൻ പോകുന്നു. അപ്പോൾ ലോകം മുഴുവൻ ഒരുങ്ങി. ഞാനും നിങ്ങൾ ഒരുങ്ങിയോ? ഇല്ലെങ്കിൽ ഒരുങ്ങിക്കോ. എങ്ങനെ? നമ്മൾ ഇപ്പോഴേ മനസ്സിൽ കരുതുക. ഇപ്പോഴും മനസ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100 പ്രാവശ്യം മനസ്സറിഞ്ഞ് കണ്ണടച്ച് ആരുമില്ലാത്ത സമയം നോക്കി അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, പടച്ചോനെ ചെയ്തു പോയ ഒരുപാട് അബദ്ധമുണ്ട്, പുറത്തു തരണേ അല്ലാഹ്, പുറത്തു തരണം, അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ റമദാനെ സ്വീകരിക്കണം കേട്ടോ. ഇനി ഒരു 16 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാൻ വരുന്നു ഇന്ന് മുതൽ ശ്രദ്ധിച്ചാൽ, റമദാനിനും നമ്മൾ ശ്രദ്ധിച്ചാൽ റമദാൻ നമുക്ക് അനുകൂലമാകും. ഈ 16 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമ്മളിപ്പോഴും മനസ്സിൽ കരുതിയാൽ മതി, ഒന്ന് മനസ്സിൽ കരുതിയേക്കോ ഇൻഷാ അല്ലാഹ്, റമദാനിന്റെ നോമ്പ് ഒരു കാരണവശാലും ഇൻഷാ അല്ലാഹ് എനിക്ക് നഷ്ടപ്പെടരുത്. ചിലപ്പോൾ തലവേദന വന്ന, ഇന്ന് തലവേദനയാണ് അതുകൊണ്ട് ഞാൻ നോമ്പ് പിടിക്കുന്നില്ല, അങ്ങനെ പറയരുത്. അതുപോലെ തന്നെ ചില ആളുകൾ കുട്ടികൾക്ക് പരീക്ഷയല്ല, അതുകൊണ്ട് പരീക്ഷ ആയതുകൊണ്ട് നോമ്പ് പിടിക്കണ്ട, അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ കുട്ടികൾ പിടിക്കട്ടെ. തീരെ പറ്റുന്നില്ല, ചിലപ്പോൾ ബോധം കെട്ടി വീഴും, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ചില ആളുകളൊക്കെ മെഡിസിൻ കഴിക്കുന്നുണ്ടാകും, ആ മെഡിസിൻ നിർത്തിയാൽ അപ്പോൾ തന്നെ എന്തെങ്കിലും ശരീരത്തിന് പ്രശ്നം ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഖളാ വീട്ടിയാൽ മതി. പക്ഷേ നിസ്സാരമായ കാര്യങ്ങൾ, ചില ആളുകൾ എന്ത് ഈ പണ്ടാരിപ്പണി എന്ന് പറയും, അതായത് ഈ മറ്റേ നമ്മുടെ എന്താ പാചകത്തിന്റെ ജോലി, ചിലരൊക്കെ ഈ പള്ളികളിൽ ഭയങ്കര സങ്കടമാണത്. ചില ആളുകൾ പള്ളികളിൽ ചിലപ്പോൾ 27-ാം രാവിനോ 27 നോമ്പ് തുറക്കും, അതുപോലെ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഹോട്ടലൊക്കെ നടത്തുന്ന ആളുകൾ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അവര് ചിലപ്പോൾ നോമ്പ് പിടിക്കില്ല. കാരണം എന്താണ്, ഞങ്ങൾ ഈ തീയിന്റെ അടുത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് പിടിക്കൂല, അതുകൊണ്ട് നോമ്പ് പിടിക്കൂല. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. നമ്മൾ നോമ്പാണ് മുഖ്യം, നോമ്പാണ് മുഖ്യം, അത് കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. റമദാനിൽ ഒരു നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ വർഷം മുഴുവനും നമ്മൾ ഖളാ വീട്ടിയാലും റമദാനിൽ പിടിക്കുന്ന ഒരു നോമ്പ് പോലെ ആവൂല എന്നാണ്.
അത്രമാത്രം പ്രതിഫലമാണ് റമദാനിലെ ഒരു നോമ്പിന്. പിന്നെ ഉമ്മമാർക്ക് ഈ നമസ്കാരമില്ലാത്ത സമയത്ത് ചിലപ്പോൾ 6, 7, 8 നോമ്പൊക്കെ പോയേക്കും. അത് നിങ്ങൾക്ക് പുറത്തു വരും. കാരണം എന്താണ്, സ്ത്രീകളായ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് അതിൽ ബേജാറാവാനില്ല. അത് പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇത് കഴിയുമ്പോൾ, റമദാൻ കഴിയുമ്പോൾ പതിയെ അത് ഖളാ വീട്ടിയാൽ മതി. പറഞ്ഞു അത് മനഃപൂർവ്വം നമ്മൾ ഒരു കാരണവശാലും നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. ഞാൻ ഒഴിവാക്കൂല എന്ന് തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ മനസ്സിൽ ചിന്തിക്കുക. രണ്ടാമത്തേത്, സുന്നത്തായ കാര്യങ്ങൾ ഞാൻ ധാരാളമായി ചെയ്യും. സുന്നത്തായ കാര്യം, സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവീഹ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ദുഹാ നിസ്കാരം, അതൊക്കെ ഞാൻ ഒരുപാട് കണ്ട് നിസ്കരിക്കും. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് ദിക്ർ ചൊല്ലും, തസ്ബീഹ് ചൊല്ലും. അതൊക്കെ ഇപ്പോഴേ മനസ്സിൽ കരുതുക. ദിക്റുകൾ ഞാൻ ചൊല്ലും, അല്ലെ, അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ റമദാനിന്റെ ആദ്യത്തെ പത്തിൽ പറയും. പിന്നെ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് രണ്ടാമത്തെ പത്തിൽ പറയും. പിന്നെ മൂന്നാമത്തെ പത്തിൽ പറയുന്ന ദിക്ർ, പിന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ എന്ന റമദാൻ മൊത്തത്തിൽ പറയുന്ന ദിക്ർ, ഇതെല്ലാം ഞാൻ പറയും എന്നിപ്പോഴേ മനസ്സിൽ കരുതുക. പിന്നെ ഫർളായ നിസ്കാരങ്ങൾ അത് കൃത്യമാക്കും. ഫർളായ നിസ്കാരങ്ങൾ കൃത്യമാക്കും എന്ന് മാത്രമല്ല, ജമാഅത്തോടു കൂടി ഞാൻ നിസ്കരിക്കും എന്ന് ഇപ്പോഴേ മനസ്സിൽ ആണുങ്ങൾ കരുതുക. പെണ്ണുങ്ങൾ വീട്ടിൽ എന്തായാലും ഇൻഷാ അല്ലാഹ് റമദാനിന് മുമ്പ് ചിലപ്പോൾ മഗ്രിബും അസറും കൂടി ഒന്നിച്ചൊക്കെയായിരുന്നു നിസ്കരിക്കാറുണ്ടായിരുന്നത്. 6:30 ബാങ്കെങ്കിൽ 6:25 അസർ നിസ്കരിക്കും. പിന്നെ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ബാങ്ക് വിളിക്കും, പിന്നെ അപ്പം തന്നെ മഗ്രിബ് നിസ്കരിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ മറ്റു മാസങ്ങളിൽ. എന്നാൽ റമദാനിൽ ഞാൻ അങ്ങനെയല്ല, കൃത്യമായ സമയത്ത് ഞാൻ ഇൻഷാ അല്ലാഹ് നിസ്കരിക്കും എന്ന ആ ഒരു നിയ്യത്ത് ഉമ്മമാര് വെക്കുക. പിന്നെ നല്ലവണ്ണം ദുആരക്കുക. ദുആ ഏത് സമയത്താണ് സ്വീകരിക്കപ്പെടുക എന്നറിയില്ല. റമദാനിന്റെ എല്ലാ സമയത്തും ദുആ സ്വീകരിക്കപ്പെടും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ഞാൻ മുടക്കൂല. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അള്ളാഹിനോട് ഞാൻ ദുആരക്കും. പിന്നെ ഞാൻ നോമ്പ് തുറപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിലെ ഉസ്താദുമാർക്ക് ഒരു സ്പെഷ്യൽ ഭക്ഷണം, അല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും ഒരു വിരുന്നുകാരനെ, ഒരു കുടുംബക്കാരെ വിളിച്ചിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം, ഞാനും എൻ്റെ കെട്ടിയോളും, ഞാൻ എൻ്റെ മക്കളും, അങ്ങനെ മാത്രമല്ല ആരെങ്കിലും പുറത്തുനിന്നൊക്കെ ആരെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കലോ, എന്തെങ്കിലും ഒരു നോമ്പ് തുറ മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരുടെ നോമ്പിന്റെ പ്രതിഫലം കൂടി നമുക്ക് കിട്ടുമെന്നാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു ചിന്ത, ഇൻഷാ അല്ലാഹ് ഞാൻ ഖത്തുമുൽ ഖുർആൻ ഞാൻ 2 ഖത്തമെങ്കിലും തീർക്കും. എൻ്റെ ഉമ്മ മരിച്ചുപോയി, എൻ്റെ ഉമ്മാക്കൊരു ഖത്തം, എൻ്റെ വാപ്പ മരിച്ചുപോയി, എൻ്റെ വാപ്പാക്കൊരു ഖത്തം, എൻ്റെ ഭാര്യ മരിച്ചു, എൻ്റെ ഭാര്യക്കൊരു ഖത്തം, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ഖത്തം. അങ്ങനെ നമ്മൾ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഖത്തമെങ്കിലും പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഖത്തം ഓതിയിട്ട് എല്ലാവർക്കും ഹദിയ ചെയ്യുക. അപ്പോൾ ഒരു ഖത്തമെങ്കിലും ഇൻഷാ അല്ലാഹ് ഞാൻ ഈ റമദാനിൽ തീർക്കും. കൂടിയത് ഒരു 2 അല്ലെങ്കിൽ 3 ഓതുന്ന ആളുകളുണ്ട്. റമദാനിന്റെ ആദ്യത്തെ 10, 3 10 ഉണ്ടല്ലോ, 3 10 കൂടി 3 ഖത്തുമുൽ ഖുർആനൊക്കെ ഓതുന്ന ഉമ്മമാരൊക്കെ ഇപ്പോഴുമുണ്ട്. 3 അല്ല 4 ഒക്കെ ഓതാൻ പറ്റുന്നവരുമുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഞാൻ പറ്റുന്നത് പോലെ എന്താ വിശുദ്ധമായ ഖുർആൻ മൊത്തം ഖത്തം തീർക്കും എന്നുള്ള നിയ്യത്ത് ഇപ്പോഴേ വെക്കുക. പിന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ മറ്റൊരാളെ സഹായിക്കും. അത് നോമ്പ് തുറപ്പിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഒരു രോഗിയാണ് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനുണ്ട് അവർക്കൊരു റമദാനിന്റെ കിറ്റ് അത് ഞാൻ വിതരണം ചെയ്യും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മനസ്സിൽ ഇപ്പോഴേ നിയ്യത്ത് വെക്കുക. നബി തങ്ങൾ പറയുന്നു, മൻ ഖലാ ലി അഖീഹി ഹാജ, വിശുദ്ധമായ റമദാനിൽ ഒരു മനുഷ്യൻ മറ്റൊരാളുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുത്താൽ റമദാൻ കിറ്റ് കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം കൊടുക്കലാവട്ടെ, അല്ലെങ്കിൽ നോമ്പ് തുറപ്പിക്കലാവട്ടെ, എന്തെങ്കിലും ഒരു നല്ല കാര്യം, മറ്റൊരു സഹായം മറ്റൊരാൾക്ക് കൊടുത്താൽ അള്ളാഹു അവന്റെ 100 ആവശ്യങ്ങൾ, ആഖിറത്തിലെ 100 ആവശ്യങ്ങൾ അല്ലാഹു തആല അവനിക്ക് നിറവേറ്റി കൊടുക്കുമെന്നാണ്. അതുപോലെ തന്നെ പള്ളിയിലെ ഉസ്താദുമാരുടെ നസീഹത്തുകളൊക്കെ ഉണ്ടാകും, അല്ലെ, നസീഹത്തുകൾ ഈ ഉറുദി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് കേട്ടിരിക്കുക. വെറുതെ ചുമ്മാ കേട്ടിരുന്നാൽ തന്നെ അതിന് പ്രതിഫലമാണ്. പിന്നെ പള്ളിയിൽ കിടക്കുമ്പോൾ പുരുഷന്മാർ ഇഅ്തികാഫിന്റെ നിയ്യത്ത് മറന്നു പോകാൻ പാടില്ല. വീട്ടിലുള്ള ഉമ്മമാർ എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബിലൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാകും. അതൊക്കെ കൃത്യമായി ഒന്ന് കേൾക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്താണ്, സ്വലാത്തുകൾ ധാരാളമായി ഞാൻ അധികരിപ്പിക്കും. ഇസ്തിഗ്ഫാർ കൂടുതലായിട്ട് ഞാൻ പറയും. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ അതൊക്കെ ഞാൻ അധികരിപ്പിക്കും. സ്വതക്ക ഞാൻ കൊടുക്കും. അതുപോലെ തന്നെ ഈ മരണപ്പെട്ട ഉമ്മ വാപ്പ അവർക്കൊക്കെ വേണ്ടി എല്ലാ ദിവസവും ഒരു ഫാത്തിഹയെങ്കിലും ഞാൻ ഓതും. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം ഒരു 16ഓളം കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ ശ്രദ്ധിക്കും ഇൻഷാ അല്ലാഹ് എന്നിപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക കേട്ടോ. പിന്നെയോ മറ്റുള്ളവരോട് ഞാൻ പിണങ്ങൂല. ഞാൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യൂല. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല, വെള്ളം കുടിക്കാൻ മാത്രമല്ല, ശാരീരികമായിട്ട് ബന്ധപ്പെടുക മാത്രമല്ല, അതല്ലാതെ ആത്മീയമായ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ടതാണ് എന്ത്? മറ്റുള്ളവരെ കുറ്റം പറയുക, ഹറാമ് കാണുക, ഹറാമ് കേൾക്കുക, വേണ്ടാത്തരം പറയുക. ഇതൊക്കെ എന്താണ്? നമ്മുടെ നോമ്പ് നമ്മളറിയാതെ മുറിഞ്ഞു പോകുന്ന, ആത്മീയമായ നോമ്പ് മുറിഞ്ഞു പോകുന്ന ചില കാരണങ്ങളാണ്. ഈ കാരണങ്ങളൊന്നും ഉണ്ടാവൂല എന്നും ഇപ്പോഴേ മനസ്സിൽ കരുതുക കേട്ടോ. പിന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധമായ റമദാൻ, ആ റമദാൻ വരുന്നതിന് മുമ്പുള്ള ശഅബാൻ മാസത്തിന്റെ അവസാനത്തെ തിങ്കളാഴ്ച രാവാണ്, ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരുന്നു. ഞാനൊരു സ്വലാത്ത് പറഞ്ഞു തരട്ടെ. ഈ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങൾ. നമ്മൾ എല്ലാ ദിവസവും ഒരുപാട് സ്വലാത്തുകളൊക്കെ ചൊല്ലുന്നവരാണ്, കേൾക്കുന്നവരാണ്, പറയുന്നവരാണ്.
ഈ സ്വലാത്ത് ഏത് സ്വലാത്താണെന്നറിയോ? നമ്മൾക്ക് സ്ഥിരമായി ചൊല്ലുന്ന ഒരു സ്വലാത്താണ്. ചൊല്ലുന്നില്ലെങ്കിൽ ചൊല്ലണം. അല്ലാഹുവേ പടച്ചോനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടു പറയുന്നത് പോലെയുള്ള സ്വലാത്താണ്. നബി തങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു എന്നിട്ട് പറയുന്നത് പോലെയുള്ള സ്വലാത്താണ്. ഈ സ്വലാത്തിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നബിതങ്ങളുടെ ഷഫാഅത്ത് വേണം, അല്ലേ? നബിതങ്ങളുടെ ഷഫാഅത്ത് വേണം, എങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഈ ഷഫാഅത്ത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നത്. പക്ഷെ നബിയുടെ ഷഫാഅത്ത് പോലും കിട്ടാത്തൊരു വിഭാഗമാണ് റമളാനിനെ പരിഗണിക്കാത്തവർ. റമളാൻ ഇപ്പോൾ ഒരു ഹറാമ് ചെയ്തു പോയി, നബി തങ്ങൾ വന്നിട്ട് ഷഫാഅത്ത് ചെയ്യുമ്പോൾ, പടച്ചോനെ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, നീ അയാൾക്ക് പുറത്തു കൊടുത്തിട്ട് അയാളെ സ്വർഗത്തിൽ കടത്തണമെന്ന് നബിതങ്ങൾ പറഞ്ഞാൽ നമ്മളെ സ്വർഗത്തിൽ അല്ലാഹു തആല കടത്തും. പക്ഷേ നബിതങ്ങൾ പറഞ്ഞാൽ പോലും എന്താണ് അല്ലാഹു തആല വക, അതായത് അത്രമാത്രം ഗൗരവം. ഇപ്പൊ ഒരു ഹദീസിൽ കാണാം, ഒരാളെ അല്ലാഹു തആല നരകത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ശിക്ഷ കൊടുക്കുകയാണ്, ഇങ്ങനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ. അപ്പോ നബിതങ്ങൾ ഇയാൾ വിളിക്കും, നബിയെ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ നിങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യന് വേണ്ടി ഷഫാഅത്ത് ചെയ്യാൻ ഒരുങ്ങുന്നു. അല്ലാഹുവേ, ഷഫാഅത്ത് അവിടെ പറഞ്ഞാൽ അല്ലാഹു തആല അത് സ്വീകരിക്കും, അല്ലാഹുക്ക് തട്ടിക്കളയാൻ പറ്റൂല. അപ്പൊ നബിതങ്ങൾ ഇങ്ങനെ ഷഫാഅത്ത് ചെയ്യാൻ പോകും, പഠിച്ചോനെ ഇയാൾ നീ സ്വർഗത്തിൽ കടത്തണേ എന്നിങ്ങനെ പറയാൻ വേണ്ടി പോകുമ്പോൾ ദൂരെ നിന്ന് ഒരാൾ വരുമെന്നാണ്, നബിയെ ഷഫാഅത്ത് ചെയ്യല്ലേ, ഷഫാഅത്ത് ഒരു മനുഷ്യന്റെ രൂപത്തിൽ ഒരാൾ വരും. എന്നിട്ട് പറയും, ഞാൻ റമളാനാണ്, ഞാൻ ഇവന്റെ ജീവിതത്തിൽ ഇവൻ 10-60 വയസ്സ് വരെ ജീവിച്ചു, ഈ പെണ്ണ് അവൾ 50-55 വയസ്സ് വരെ ജീവിച്ചു, ഇവരുടെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് വട്ടം റമളാനായി ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് വട്ടം ഞാൻ ചെന്നു, എന്നിട്ട് ഇവൾ എന്നെ മൈൻഡ് ചെയ്യില്ല. നോമ്പൊക്കെ പിടിക്കും, പക്ഷെ നോമ്പ് മുറിച്ചുകളെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറ്റം പറയും, നോമ്പിനെ ഫസാദാക്കും, നോമ്പ് പിടിച്ചിട്ട് എന്താണ് ഹറാമ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ് എന്നെ പരിഗണിച്ചില്ല, എനിക്ക് വേണ്ട പരിഗണന തന്നില്ല നബിയെ, അതുകൊണ്ട് നിങ്ങൾ ഷഫാഅത്ത് ചെയ്യരുതെന്ന് റമളാൻ മാസം പ്രതികൂലമായി പറയുമെന്നാണ്. ആ സമയത്ത് നബി തങ്ങൾ പറയും, റമളാൻ പ്രതികൂലമായാൽ പിന്നെ എനിക്ക് ഷഫാഅത്ത് ചെയ്യാൻ പറ്റൂല എന്ന്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നബി തങ്ങളുടെ ഷഫാഅത്ത് പോലും കിട്ടാതെ നമ്മൾ നരകത്തിലേക്ക് പോവേണ്ട അവസ്ഥ വരും. റബ്ബേ കാക്കണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നബി തങ്ങളുടെ ഷഫാഅത്ത് നമുക്ക് വേണം. അതുപോലെ തന്നെ റമളാൻ മാസം നമുക്ക് അനുകൂലമാവണം. അതിനെന്ത് ചെയ്യണം? ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ. ഏതാണ് സ്വലാത്ത്? അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഇതാണ് സ്വലാത്ത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ മാറാനുള്ളൊരു സ്വലാത്താണ്. കടങ്ങളുണ്ടെങ്കിൽ മാറാനുള്ള സ്വലാത്താണ്. ഏത് സ്വലാത്ത്? ഒന്നുകൂടി പറയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. ഒന്നുകൂടി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി. അല്ലാഹ് നബിയെ എൻ്റെ കൈ പിടിക്കണേ, അല്ലാഹ് മുത്തു നബിയെ എൻ്റെ കൈയൊന്ന് പിടിക്കണേ, എൻ്റെ കൈയൊന്ന് പിടിക്കണേ. ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. നബിയെ എൻ്റെ കൈ പിടിച്ച് എൻ്റെ പ്രയാസം നിങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരും. അതോ നബിയെ എന്നെ നിങ്ങൾ തടയരുത്, നബിയെ നിങ്ങളുടെ ശഫാഅത്ത് എനിക്ക് വേണം, നിങ്ങളുടെ ബർക്കത്ത് എനിക്ക് വേണം, നിങ്ങളുടെ ആ ഒരു ബർക്കത്ത് കൊണ്ട് എൻ്റെ പ്രതിസന്ധികൾ മാറണം. അസ്വലാത്തു എല്ലാവിധത്തിലുള്ള ഗുണങ്ങളും രക്ഷയും നബിയെ നിങ്ങൾക്കാകുന്നു. ഏകദേശം അതാണ് അതിന്റെ അർത്ഥം. അസ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത് ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ്. മുറുകെ പിടിച്ചോ, നല്ല സ്വലാത്താണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പേര് ദുആരക്കാൻ കമന്റിലൂടെയൊക്കെ പറയുന്നു, നേരിട്ട് വിളിച്ച് പറയുന്നു, കണ്ടു പറയുന്നു. അല്ലാഹു എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യം, രോഗങ്ങളിൽ നിന്നുള്ള കാവലും തരണേ അല്ലാഹ്. പ്രയാസ പ്രതിസന്ധികൾ ഉണ്ട് റബ്ബേ, രോഗങ്ങൾ ഉണ്ട് അല്ലാഹ്, മാറ്റി തരണേ അല്ലാഹ്. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.